ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി A50 ആണ്. അപ്പോൾ സാംസങ് ഗാലക്സി A50 MWCയിൽ ഷോക്കേസ് ചെയ്തൊരു ഡിവൈസാണ്. അപ്പോൾ A സീരീസിലെ ഒരു പുതിയ ഡിവൈസാണ് A50. അപ്പോൾ സാംസങ് ഗാലക്സി A50 നമ്മൾ MWCയിൽ കുറച്ച് നേരം ട്രൈ ചെയ്യേണ്ടായി, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സാംസങ് ഗാലക്സി A50 A സീരീസിലെ ഒരു പുതിയ ഡിവൈസാണ്. ഇതിൽ വരുന്നത് 6.4 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇൻഫിനിറ്റി U നോച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേ സൈസ് ആണെങ്കിൽ 6.4 ഇഞ്ചസുമാണ്. 1080x2340 പിക്സൽസ് പെർ റെസൊല്യൂഷനാണ്. പിന്നെ 19.5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വേറെ വരുന്നത് ആൻഡ്രോയിഡ് 9.0 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ നോച്ചാണെങ്കിൽ വളരെ ഒരു മനോഹരമായ നോച്ചാണ്, വളരെ ചെറുതായ ഒരു ഇൻഫിനിറ്റി U നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൂപ്പർ AMOLED പാനലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഡിസ്പ്ലേ വളരെ ഒരു മികച്ച ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വ്യൂയിങ് ആംഗിൾസും ബ്രൈറ്റ്നസ് ലെവൽസും ടച്ച് റെസ്പോൺസും വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ ബാക്ക് പാനലിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഫസ്റ്റ് ഇംപ്രഷൻസിൽ തോന്നും ഇത് ഗ്ലാസ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഗ്ലാസ് അല്ല, ഇതൊരു പ്ലാസ്റ്റിക് ഫിനിഷാണ്. പക്ഷേ എങ്കിലും നല്ലൊരു ഫിനിഷ് കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഡിസൈനിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും കാണാനില്ല, സാധാരണ ഒരു സാംസങ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്ക് പാനലിൽ കൊടുത്തിട്ടുള്ളത്. ക്യാമറയെക്കുറിച്ച് നമ്മളൊന്ന് വിശദമായി പിന്നീട് പറയാം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഇൻഹാൻഡ് ഫെയിലൊക്കെ കിട്ടുന്നുണ്ട്. കാരണം നല്ലൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാംസങ് ഗാലക്സി A50 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കാം. ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 9.0 ആണ്. പിന്നെ സാംസങ്ങിൻ്റെ പുതിയ UI ആയ One UI ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ One UI നമ്മൾ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ UI തന്നെയാണ് ഇതിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ് One UI. അപ്പോൾ കുറച്ചും കൂടെ റിഫൈൻഡ് ആൻഡ് ഈസി ടു യൂസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പഴയ എക്സ്പീരിയൻസ് UIനേക്കാളും റിഫൈൻഡ് UI ആണ്. കാരണം കുറച്ചും കൂടെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് One UI തരുന്നത്. പിന്നെ ഐക്കൺസ് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഇൻ്റർഫേസ് ഒക്കെ ഒരേപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷേ One UI കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ സാംസങ് ഗാലക്സി A50 പവർ ചെയ്യുന്നത് Exynos 9610 ഒക്ടോകോർ ചിപ്സെറ്റാണ്. 10nm മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉണ്ടാക്കിയ ഒരു ചിപ്സെറ്റാണ്. ഇത് 6GB റാമും 4GB റാം രണ്ട് വേരിയൻ്റാണ് വരുന്നത്. 64ഉം 128GB ആണ് സ്റ്റോറേജ് ഓഫർ ചെയ്യുന്നത്. അപ്പം 9610 എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 660 ഇക്വലൻ്റ് ആയിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ നമ്മൾ റിയൽ ടൈം പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിൽ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി ക്യാമറ 25 മെഗാപിക്സൽ f1.7 ക്യാമറയാണ്. സെക്കൻഡറി ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് 8 മെഗാപിക്സൽ. തേർഡ് ക്യാമറ 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ്. അപ്പോൾ അൾട്രാ വൈഡ് ക്യാമറയും റെഗുലർ ക്യാമറയും നമുക്ക് ടോഗിൾ ചെയ്യാം ഇൻ്റർഫേസിൽ തന്നെ. പിന്നെ സെൽഫി ക്യാമറയാണെങ്കിൽ f2.0യിലുള്ള ഒരു 25 മെഗാപിക്സൽ ഷൂട്ടറാണ്. അപ്പോൾ ക്യാമറയിൽ ഒരു മികച്ച നിലവാരം കിട്ടുന്ന ഒരു ഫോണാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ വളരെ നല്ലൊരു പോസിറ്റീവ് ക്യാമറയായിട്ടാണ് നമുക്ക് തോന്നിയത്. ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ക്യാമറയെക്കുറിച്ച് ഒരു വേർഡിക്റ്റ് പറയാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു ക്യാമറയാണെന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ USB Type-C പോർട്ടാണ്. പിന്നെ നമുക്ക് കിട്ടിയ വേറൊരു ഇൻഫർമേഷൻ എന്താ വെച്ചാൽ ഇത് IP68 ആൻഡ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയേണ്ടത്. അതൊരു കൺഫർമേഷൻ ആയിട്ടില്ല. കാരണം ഇതിൻ്റെ സ്പെക്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞതിൽ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി A50ൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഫോൺ ഇന്ത്യയിൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. ഒരു 20 to 30K സെഗ്മെൻറ്റിൽ വരുന്ന ഒരു പ്രൈസാണെന്നാണ് നമ്മൾ കേട്ടത്. പിന്നെ ഇത് പല കളേഴ്സിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത കോറലാണ്. പിന്നെ ബ്ലൂ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, അങ്ങനെ പല കളേഴ്സിലും വരുന്നുണ്ട് സാംസങ് ഗാലക്സി A50. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി A50ൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.